തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ വീണ്ടും ചികിത്സ നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ മേഖലാ കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചു. സംഘടന തിരൂരങ്ങാടി ബ്ലോക്ക് സെക്രട്ടറി തയ്യിൽ നിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 13 നന്നമ്പ്ര വെള്ളിയാമ്പുറം സ്വദേശി കുറുവേടത്ത് വാസുവിന് കൃത്യമായി ചികിത്സ നൽകാത്തതും ഫെബ്രുവരി 28 വാഹനാപകടത്തിൽ പരിക്കേറ്റെത്തിയ വീട്ടമ്മയ്ക്കും മകൾക്കും ചികിത്സ നിഷേധിച്ചതും ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിഷേധം. ചെമ്മാട് ടൗണിൽ നിന്നും ആരംഭിച്ച മാർച്ച് ആശുപത്രി കവാടത്തിന് മുന്നിൽ പോലീസ് തടഞ്ഞു. സംഘടന തിരൂരങ്ങാടി ബ്ലോക്ക് സെക്രട്ടറി തയ്യിൽ നിയാസ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിനാകെ തന്നെ മാതൃകയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ആരോഗ്യ മേഖല, ആ ആരോഗ്യ മേഖലയെ തകർക്കുന്നതിന് വേണ്ടി ഈ ഗവൺമെന്റ് എടുക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ് ഈ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന നയപരിപാടികളെ നിലപാടുകളെയെല്ലാം തകിടം മറിക്കുന്ന രൂപത്തിലേക്ക്, ജനങ്ങൾക്ക് ആവശ്യമായ ചികിത്സ പോലും ലഭിക്കാത്ത രൂപത്തിലേക്ക് ഈ തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി കീഴിലുള്ള ഈ ഗവൺമെന്റ് ആശുപത്രി, തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി മാറി. ഗവൺമെന്റ് എല്ലാ മേഖലയിലും ആരോഗ്യ മേഖലയിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംരക്ഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ എല്ലാ സർക്കാർ ആശുപത്രികളും ഇന്ന് ഈ സംസ്ഥാനത്തുള്ള സ്വകാര്യ ആശുപത്രികളെ വെല്ലുന്ന രൂപത്തിലേക്കുള്ള വലിയ സൗകര്യങ്ങളോട് കൂടിയ സാധാരണക്കാരനും പാവപ്പെട്ടവരുമായ ആളുകൾ ചികിത്സ തേടിയെത്തുന്ന ഗവൺമെന്റ് ആശുപത്രികളിൽ അവർക്ക് പണക്കാരന് കിട്ടുന്ന രൂപത്തിലേക്കുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് കേരളത്തിലെ ഗവൺമെന്റ് ഈ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്നത്. ബ്ലോക്ക് ട്രഷറർ KP ബബീഷ് അധ്യക്ഷനായി. ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ നിരന്തരം ഉയരുന്ന ആരോപണങ്ങളിൽ സമഗ്രാന്വേഷണവും കുറ്റക്കാർക്കെതിരെ നടപടിയും സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി MP ഇസ്മായിൽ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ K രാമദാസ്, അഡ്വക്കേറ്റ് C ഇബ്രാഹിംകുട്ടി, AT ജാബിർ, K കേശവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെമ്മാട്. ക്ലാരസ് ഡിസൈനർ ജ്വല്ലറി, കാലിക്കറ്റ് റോഡ്, പെരിന്തൽമണ്ണ.